അവിടെ നമ്മൾ കൺസെൻ്റ് എന്ന കേവലമായ ഒരു പദം ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു വ്യക്തിക്കും ഏതൊരു പെൺകുട്ടിയുമായി അവൾ വിവാഹിതയാവട്ടെ വിവാഹിതയല്ലാതായിരിക്കട്ടെ അവരുമായി ഇത്തരത്തിലുള്ള ഉഭയകക്ഷി സമ്മതത്തോടു കൂടിയുള്ള ബന്ധങ്ങളാവാം എന്നൊരു കാഴ്ചപ്പാടിലേക്ക്, ഒരു ലിബറൽ കാഴ്ചപ്പാടിലേക്ക് സമൂഹം പോയതിൻ്റെ ഒരുപാട് പരിണിതി ഫലങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു പക്ഷേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇൻസൈറ്റ് പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലുടനീളം മുഴുവൻ മലയാളികളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെയൊക്കെ മനസ്സിൽ ഉള്ള, കഴിഞ്ഞ കുറച്ചു സമയങ്ങളായി എല്ലാവരുടെയും സംസാരങ്ങളിലും ചർച്ചകളിലും ഇടം പിടിച്ച ഒരു കാര്യമാണ് കേരളത്തിലെ ഒരു നിയമസഭാ സാമാജികനുമായി ബന്ധപ്പെട്ട് ഉണ്ടായി വന്നിട്ടുള്ള ലൈംഗിക വിവാദങ്ങൾ. നമുക്കറിയാം, കേരളത്തിൽ ഇത്തരം വിവാദങ്ങൾ ഒരു പുതിയ കാര്യമാണ് എന്ന് ആർക്കും അഭിപ്രായം ഉണ്ടാവുകയില്ല. ഒട്ടേറെ ആളുകളുമായി ബന്ധപ്പെട്ട്, ഉന്നതമായ സ്ഥാനങ്ങളിരിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് ഇത്തരം വിവാദങ്ങളും അഭിപ്രായങ്ങളും മാധ്യമങ്ങളുടെയും പൊതു സമൂഹത്തിൻ്റെയും ഒക്കെ ശ്രദ്ധയിൽ വരാറുണ്ട്. ഇവിടെ പ്രത്യേകമായി നാം കാണേണ്ട ഒരു കാര്യം, ഇങ്ങനൊരു വിവാദം കടന്നു വന്നപ്പോൾ ഈ വിവാദത്തിൽ അകപ്പെട്ട വ്യക്തി നിരന്തരം സമൂഹത്തോട് പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ഊന്നി പറയാൻ വിചാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ഭരണഘടനക്കോ നിയമ സംവിധാനങ്ങൾക്കോ വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് എന്നാണ് ആവർത്തിച്ച് ആ വ്യക്തി പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന, ഒരു സാമൂഹ്യ രംഗത്ത് സജീവമായി നിൽക്കുന്ന, ധാർമ്മികതയെക്കുറിച്ച് ആളുകളുമായി സംവദിക്കേണ്ട, ധാർമ്മികതയുടെ അടിസ്ഥാനം എന്തെല്ലാം ആവട്ടെ, ഓരോരുത്തരും മനസ്സിലാക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഉണ്ട് ഇവിടെ. നമ്മുടെ രാജ്യവും നമ്മളുടെ സംസ്ഥാനവും നമ്മളുടെ കേരളീയർ എന്ന് പറയുന്ന നമ്മളെല്ലാവരും മുന്നോട്ട് വെക്കുന്നൊരു മൊറാലിറ്റി ഉണ്ട്. നമ്മളുടേതായ ഒരു തനത് സംസ്കാരമുണ്ട്. വ്യത്യസ്തങ്ങളായ മതങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ അവരുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുന്ന മൊറാലിറ്റി ഉണ്ട്. അദ്ദേഹം ഉൾക്കൊള്ളുന്ന ആ പാർട്ടി മുന്നോട്ട് വെക്കുന്ന മൊറാലിറ്റി ഉണ്ട്. ഏത് ധാർമ്മിക പശ്ചാത്തലത്തിൽ നിന്നും സമ്പൂർണമായി കേരളത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരും കേരളത്തിൽ ജീവിക്കുന്ന മലയാളികൾക്കും ഉൾക്കൊള്ളാനാവാത്ത ഒരു കാഴ്ചപ്പാടാണ് നിരന്തരമായി അദ്ദേഹം മുന്നോട്ട് വെച്ചത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആധുനികതയുടെ പേരിൽ, ലിബറലിസത്തിൻ്റെ പേരിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ധാർമ്മികത മാത്രം ആവശ്യമുള്ളൂ മനുഷ്യർക്ക് എന്ന് പറയുന്ന ആളുകൾക്കൊരു പക്ഷേ ആ വാദങ്ങൾ ന്യായീകരിക്കാൻ സാധിച്ചു എന്ന് വന്നാലും, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സാഹചര്യങ്ങളിലാണ് മതം മുന്നോട്ട് വെക്കുന്ന ധാർമ്മികതയെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായി സമൂഹത്തിൽ കടന്നു വരേണ്ടതും ഉയർന്നു വരേണ്ടതും. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മതം എന്താണ്, ഇസ്ലാം എന്താണ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് നോക്കിക്കണ്ടിട്ടുള്ളത് എന്ന് സാധാരണക്കാരായ മുഴുവൻ മനുഷ്യരെയും ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്ന് നിർബന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന്, ഒരു വ്യക്തിയുടെ നിലനിൽപ്പിന്, ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പിന്, അതുവഴി ഒരു ഐഡിയലായിട്ടുള്ള മാതൃകാപരമായുള്ള സൊസൈറ്റിയുടെ നിലനിൽപ്പിന് വളരെ അടിസ്ഥാനപരമായ, വളരെ മാതൃകാപരമായ കാഴ്ചപ്പാടുകൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് ഏതൊരാൾക്കും ഇസ്ലാമിൻ്റെ ധാർമ്മിക കാഴ്ചപ്പാടുകളെ, ഖുർആനിൻ്റെ ധാർമ്മിക കാഴ്ചപ്പാടുകളെ പരിശോധിക്കാൻ തയ്യാറായാൽ തീർച്ചയായും ബോധ്യപ്പെടുന്ന കാര്യമാണ്. എന്താണത്? ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ സ്വാഭാവികമായും അവർ തമ്മിലുള്ള ലൈംഗികമായ, അവർ തമ്മിലുള്ള മാനസികവും ശാരീരികവുമായ അടുപ്പങ്ങൾക്ക് ചില നിശ്ചിത വ്യവസ്ഥകൾ വേണം എന്നുള്ളതാണ്.
ആ വ്യവസ്ഥകളിൽ ഊന്നി നിന്നുകൊണ്ടായിരിക്കണം ഒരു പുരുഷനും സ്ത്രീയും സമൂഹത്തിൽ മുന്നോട്ട് പോകേണ്ടത്, ജീവിക്കേണ്ടത്. ആ വ്യവസ്ഥയെയാണ് ഇസ്ലാം വിവാഹം എന്ന പരിപക്വമായ, വളരെ മാതൃകാപരമായ, ധാർമ്മികമായ, രക്ഷിതാക്കൾ കൂടി അറിഞ്ഞുകൊണ്ടുള്ള വിവാഹം എന്ന ഒരു ഉടമ്പടി പരിചയപ്പെടുത്തുകയും അത്തരമൊരു കരാർ, ആ കരാറിൽ ഏർപ്പെട്ടുകൊണ്ടായിരിക്കണം ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ടത് എന്ന കാഴ്ചപ്പാട് സമൂഹത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തത്. ഇതിൽ നിന്ന് പുറകോട്ട് പോകുമ്പോഴാണ്, ഇത്തരമൊരു ധാർമ്മിക ചുറ്റുപാടിൽ നിന്ന് പുറകോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഇന്നീ കാണുന്ന വലിയ ഉന്നതമായ സ്ഥാനങ്ങളിൽ വിരാജിക്കുന്നിടത്ത് നിന്ന് ആളുകൾ കൂപ്പുകുത്തി വീഴുന്നത് സങ്കടകരമായ രീതിയിൽ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. അവിടെ നമ്മൾ കൺസെൻ്റ് എന്ന കേവലമായ ഒരു പദം ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു വ്യക്തിക്കും, ഏതൊരു പെൺകുട്ടിയുമായി, അവൾ വിവാഹിതയാവട്ടെ വിവാഹിതയല്ലാതായിരിക്കട്ടെ, അവരുമായി ഇത്തരത്തിലുള്ള ഉഭയകക്ഷി സമ്മതത്തോടു കൂടിയുള്ള ബന്ധങ്ങളാവാം എന്നൊരു കാഴ്ചപ്പാടിലേക്ക്, ഒരു ലിബറൽ കാഴ്ചപ്പാടിലേക്ക് സമൂഹം പോയതിൻ്റെ ഒരുപാട് പരിണിത ഫലങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു പക്ഷേ ഏറ്റവും മൂർത്തമായ, ഏറ്റവും ഉയരത്തിലുള്ള ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചില തിരുത്തലുകൾ തീർച്ചയായും കേരളത്തിൽ ഓരോ കുടുംബവും ആഗ്രഹിക്കുന്നുണ്ട്, കേരളത്തിൽ ഓരോ മനുഷ്യരും ആഗ്രഹിക്കുന്നുണ്ട്. ഇത്തരം ന്യായീകരണങ്ങൾക്കോ ഇത്തരം ന്യായവാദങ്ങൾ നിരത്തി മുന്നോട്ട് പോവുകയോ ചെയ്യാതെ ഓരോ വ്യക്തികളും യഥാർത്ഥത്തിൽ അവർ നിലനിൽക്കുന്ന സമൂഹത്തെക്കുറിച്ചും അവർ നിലനിൽക്കുന്ന അവരുടെ സ്ഥാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്ത് അവിടെയൊക്കെ ഒരു കൃത്യമായ കാഴ്ചപ്പാട് ഉള്ള ഒരു നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടതായി ഉണ്ട് എന്നതാണ് ഓരോ മുസ്ലിമിനും ഈ സമൂഹത്തിന് മുമ്പിൽ ഉച്ചൈസ്തരം ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. അവിടെ ഇസ്ലാം എന്ന ദൈവിക മതം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ വളരെ വ്യക്തവും ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് സുരക്ഷിതത്വം നൽകുന്നതും, സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നൽകുന്നതും, പുരുഷന് സുരക്ഷിതത്വം നൽകുന്നതും ആണ് എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. വിവാഹം കഴിക്കേണ്ടത് ആരെയാണ് കൃത്യമായി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ലാത്ത ആളുകളെക്കുറിച്ച്, മഹ്റം എന്ന നിലക്ക് അടുത്ത ബന്ധുക്കളായി ജീവിക്കേണ്ട ആളുകൾ, അവർ പരസ്പരം വിവാഹിതരാവരുത്, അല്ലെങ്കിൽ അവർ ലൈംഗിക ബന്ധത്തിൻ്റെ സാഹചര്യത്തിലേക്ക് പോകരുത്, അവർ ആ നിലക്ക് സാഹോദര്യ ബന്ധമാണ് അവർക്കിടയിൽ ഉണ്ടാകേണ്ടത് എന്ന കാഴ്ചപ്പാട് ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒരു സ്ത്രീയും പുരുഷനും ഒറ്റക്ക് ആയിപ്പോകുന്നതിനെ സൂക്ഷിക്കണം എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ ശക്തമായ നിർദ്ദേശം ഇന്നത്തെ കാലത്ത് നമ്മൾ യാത്രയിലാണെങ്കിലും തൊഴിലിടങ്ങളിലാണെങ്കിലും അതേപോലെ തന്നെ ഓൺലൈൻ ചാറ്റ് റൂമുകളിലാണെങ്കിലും ഒറ്റക്കായി പോവുക എന്നുള്ളത്, അവിടെ മൂന്നാമനായി പിശാചിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി ഉൾക്കൊള്ളേണ്ട ഒരു സന്ദേശമായി ഇത്തരം സാഹചര്യങ്ങളും ഇത്തരം സന്ദർഭങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പം അവിടെ ഒക്കെ സൂക്ഷ്മതയോടുകൂടിയുള്ള ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാനും അത്തരം ജീവിതത്തിൻ്റെ വഴികളിലൂടെ മുന്നോട്ട് പോകാനും പ്രേരണ നൽകുകയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സാമൂഹ്യ ചുറ്റുപാടുകൾ സംഭവിക്കുമ്പോൾ വിശ്വാസി അവൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കേണ്ട നിലപാടുകളും ഉണ്ടാക്കിയെടുക്കേണ്ട ചുറ്റുപാടുകളും.